ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫേവിയസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു ക്യാമ്പിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സ്കോട്ട്ലൻഡിലെ ഒരു നാഷണൽ ഫോറസ്റ്റിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടി ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ സാധനങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോവുക. നമ്മൾ കൊണ്ടുപോയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാനിവിടെ പറയാം. ഒരു ടെൻറ്റ് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ ഒരു ടോർച്ച് അല്ലെങ്കിൽ ലൈറ്റ്, ഒരു സ്റ്റവ്, ലൈറ്റർ, പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്. നമ്മളത് ഒരു ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ കിറ്റ് വാങ്ങിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ബെഡിങ് ഐറ്റംസ്, സ്ലീപ്പിംഗ് ബാഗോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. പിന്നെ ബോർഡ് ഗെയിംസ് അല്ലെങ്കിൽ പ്ലേയിങ് കാർഡ്സ്, പിന്നെ ഒരു പവർ ബാങ്ക്, പിക്നിക് മാറ്റ് അല്ലെങ്കിൽ പിക്നിക് ടേബിള്, ചെയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതും എടുക്കാം. സ്കോട്ട്ലൻഡിൽ 2 ടൈപ്പ് ക്യാമ്പിങ്ങിന് നമുക്ക് പോകാം. നേരത്തെ തന്നെ പിച്ച് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യുക. അതല്ലാതെ നമുക്ക് വൈൽഡ് ക്യാമ്പിങ്ങും ചെയ്യാം. വൈൽഡ് ക്യാമ്പിങ് നമ്മൾ ഓൺ റിസ്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്തത് വൈൽഡ് ക്യാമ്പിങ്ങിന് പോകാനാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ നല്ല സേഫായിട്ടുള്ളൊരു പ്ലേസ് കണ്ടെത്തണം. നമ്മളിപ്പോൾ ഇവിടെ ഒരു നാഷണൽ ഫോറസ്റ്റിലാണ് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലേക്കും ഉണ്ടായി. പിന്നെ നമ്മൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസും തിരഞ്ഞ് കുറച്ച് നടന്ന്, കാരണം നമുക്ക് നമ്മളെ ടെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. കാറ് പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടന്നു പോയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ ടെൻറ്റ് അടിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആദ്യം തന്നെ പോയിട്ട് ടെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു നമ്മൾ പോയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ ചെറിയൊരു ടൈപ്പ് പ്രാണി, മിഡ്ജിസ് എന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശല്യം കാരണം നമുക്ക് ഒരു പണി അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 3 ഭാഗത്തായിട്ട് നമ്മൾ തീയിട്ട്. അപ്പോൾ തീയിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രാണികളുടെ ശല്യം കുറഞ്ഞു തുടങ്ങി. അപ്പം ആ തീയിട്ടത് വളരെ ഫണ്ണായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ നമ്മളെ കയ്യിൽ കരുതിയിരുന്നെങ്കിലും നമുക്കതൊന്നും ആവശ്യം വന്നില്ല. ആ ഫോറസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് മരങ്ങളും അതിൻ്റെ ചില്ലകളും കൊമ്പുകളും ഒക്കെ എടുത്തിട്ടാണ് നമ്മളവിടെ തീ കൂട്ടിയത്. അപ്പോൾ ഈ തീയിട്ട് തുടങ്ങിയപ്പോൾ തന്നെ പ്രാണികളുടെ ശല്യമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ പരിപാടി തുടങ്ങി. So nice. Mona, you okay? ടെൻറ്റ് സെറ്റ് ചെയ്യലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്തു. അതായത് നമ്മളത് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. അപ്പോഴേക്ക് തന്നെ സമയം ഒരു 8 മണിയായി. പിന്നെ ഒരു 9:30 ഒക്കെ ആയപ്പോഴേക്ക് നമ്മൾ പിന്നെ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 10:30 വരെ നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴും പുറത്ത് നല്ല വെളിച്ചമുണ്ടായി, കാരണം സമ്മർ ആയതുകൊണ്ട്. പക്ഷേ ഈ പ്രാണികളുടെ ശല്യം കാരണം നമുക്ക് പുറത്ത് അങ്ങനെ അധികം ഇരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കാർഡ് ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 11:30 ഒക്കെ ആയപ്പോൾ നമ്മൾ എല്ലാവരും ഉറങ്ങാൻ പോയി.
പിന്നെ രാവിലെ നമ്മൾ ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയം അത് വല്ലാത്തൊരു ഫീലാണ്. കാരണം ആ ഒരു നാച്ചുറൽ സൗണ്ട്, ആ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണല്ലോ നമ്മൾ എണീക്കുന്നത്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ കിടക്കാൻ നമുക്കിങ്ങനെ തോന്നും. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങി. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ആ ഒരു പ്രാണികൾ വീണ്ടും ടെൻറ്റിനെ പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേഗം കുറച്ചും കൂടെ തീയിട്ടിട്ട് കുറച്ച് നേരം ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരുന്ന് എന്നിട്ട് ആ പ്രാണികളുടെ ശല്യമൊക്കെ കുറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ലേക്കിലേക്ക് നടന്നു. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു നടത്തും ഇതുപോലെ വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. രാവിലത്തെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സൗണ്ടും പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ടും പിന്നെ ഇപ്പോഴത്തെ ഈ സമ്മറായി വരുന്നത് കൊണ്ട് ഉള്ള ഒരു ടെമ്പറേച്ചർ, നല്ല തണുപ്പും ഇല്ല എന്നാൽ നല്ല ചൂടും അല്ല, പ്രത്യേക ഒരു തരം എന്താ പറയുക നല്ലൊരു ടെമ്പറേച്ചറും ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടെ നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലേക്കിൽ പോയി നമ്മൾ ബ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അത് ഈ വെള്ളവും ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ടെമ്പറേച്ചർ ആയിരുന്നു വെള്ളത്തിനും. പിന്നെ അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ നമ്മൾ ടെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ആ ലേക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു ലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണാൻ പറ്റും. പിന്നെ നമുക്കത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ച് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല. ലേക്കിൽ നിന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചായ ഉണ്ടാക്കി പിന്നെ ബ്രെഡും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ക്യാമ്പിങ്ങിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഒരു ടൈപ്പ് ബഗ്, ടിക്ക് എന്നാണ് അതിന് പറയുക. അത് നമ്മളെ ബോഡിയിൽ കയറി പറ്റും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇപ്പം നമുക്ക് ചെറുതായിട്ട് ചോര പൊടിഞ്ഞിട്ട് ഉണങ്ങിയതുപോലെയാണ് നമുക്കത് കാണുമ്പം ഫീൽ ചെയ്യുക. പക്ഷേ നമുക്കിതിൽ കാണുന്നത് പോലെ അതിനെ നമ്മളെ സ്കിന്നിൽ നിന്ന് ശരിക്കും അടർത്തിയെടുക്കാൻ പറ്റും. അടർത്തിയെടുത്തിട്ട് അത് നമ്മൾ തലയിലുണ്ടാകുന്ന പെയിന് പോലെയാണ്, അതിനെ നമുക്ക് പൊട്ടിക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മളെ ബോഡിയിലുള്ളത് നമ്മൾ അറിയുന്നില്ല, കാരണം ഒരു ചൊറിച്ചിലോ വേദനയോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാട്ടിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ലേക്കിലേക്ക് പിന്നെയും പോയി. അവിടെ നമ്മൾ കുറച്ചൊന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് ഒരു ഉച്ച ആകുമ്പോഴേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് ടെൻറ്റിലേക്ക് തന്നെ മടങ്ങി. ലേക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ടെൻറ്റിലേക്ക് തന്നെ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു, ടെൻറ്റ് ഡിസ്മാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ പരിപാടികളൊക്കെ തീർത്ത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ഒക്കെ ഒന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ വീട്ടിലെത്തി.
ഈ ഒരു വൈൽഡ് ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ഓക്കെ ആവോ, നമ്മളവിടെ സേഫ് ആവോ എന്നുള്ള ചെറിയൊരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തീർത്തു. നമ്മൾ സേഫായിട്ട് വൈകുന്നേരം തന്നെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. നമ്മളെ ലൈഫിൽ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന നല്ലൊരു ട്രിപ്പായിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.